ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു ഉപ്പുമാവായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന് മുന്നേ ഞാനൊരു ഉപ്പുമാവ് ഇട്ടിട്ടുണ്ടായിരുന്നു, സേമിയ വെച്ചിട്ടുള്ളതായിരുന്നു. അതുപോലെ തന്നെ ഇത് നല്ല സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഉപ്പുമാവ് ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഈ ഉപ്പുമാവൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് ഞാൻ നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കടയിലൊക്കെ നുറുക്ക് ഗോതമ്പ് ചോദിക്കുമ്പോൾ നമുക്ക് നുറുക്ക് ഗോതമ്പ് കിട്ടും. ഇത് ഞാൻ കഴുകി വെള്ളമൊക്കെ പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു വലിയ സവാള, ഒരു 5 ബീൻസ്, ഒരു ക്യാരറ്റ്, പിന്നെ ഒരു 3 പച്ചമുളക് എരിവിനനുസരിച്ചിട്ട്. ഇതൊക്കെ പച്ചക്കറിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ, നിങ്ങളുടെ കുട്ടികൾക്ക് ഏതാണോ ഇഷ്ടം അതുപോലെ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. അതുപോലെ ഈ പച്ചമുളക് കീറാൻ നേരത്ത് നീളത്തിലും കീറിയിടുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഉഴുന്ന് വേണം, ഒരു 2 സ്പൂൺ ഉഴുന്ന്. അതുപോലെ കടലപ്പരിപ്പ് ഉണ്ടെങ്കിലും നിങ്ങൾ കടലപ്പരിപ്പ് ചേർക്കാം കേട്ടോ. പിന്നെ ഇഞ്ചി ചതച്ചത് 1 സ്പൂൺ, ഒരു 3 വറ്റൽമുളക്, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 1.5 സ്പൂൺ കടുക്, പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ, ഒരു 1/2 ഗ്ലാസ് തേങ്ങ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു 4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഗോതമ്പ് നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കാം. ഇങ്ങനെ നമ്മൾ വെളിച്ചെണ്ണ തന്നെ നിങ്ങൾ ചെയ്യുക. വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ എന്താ പറയുക, വറുത്തെന്ന് ഉദ്ദേശിച്ചത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഉപ്പുമാവിന് കിട്ടുക. അപ്പോൾ ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് ഏതിൽ വേണമെങ്കിലും വേവിക്കാം കേട്ടോ. ഞാൻ അവിടെ കുക്കറിൽ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് കുക്കറിലേക്കാണ് വെക്കുന്നത്. നമ്മുടെ ഗോതമ്പിൻ്റെ മുകളിലായിട്ട് എപ്പോഴും വെള്ളം നിൽക്കുക കേട്ടോ. എന്നുവെച്ചാൽ ഇരട്ടി ഗോതമ്പിനൊക്കെ ഇരട്ടി വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു 2 വിസിലടിച്ച് കഴിയുമ്പോൾ നമുക്കിത് ഇറക്കി വയ്ക്കാം. അത് വേവണ സമയം കൊണ്ട് നമുക്കിവിടെ പച്ചക്കറി വഴറ്റിയെടുക്കാം. അതിനൊരു ചീഞ്ചട്ടി വയ്ക്കാം. ചീഞ്ചട്ടിയിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ഉഴുന്ന് എടുത്ത് വെച്ചിരിക്കുന്നത് ചേർക്കാം. ഈ സമയത്ത് കടലപ്പരിപ്പ് ഉള്ളവർ കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കുക. ഉഴുന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. സവാള വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ക്യാരറ്റും ബീൻസും പച്ചമുളകും ചേർത്ത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. ഇതിൽ നമ്മൾ വെള്ളം ചേർത്തൊന്നും വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക വെള്ളം ചേർക്കാതെ ആ വെളിച്ചെണ്ണയിൽ തന്നെ കിടന്ന് വെന്ത് കിട്ടലാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇഞ്ചി ചതച്ചതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റി വേവിച്ചെടുക്കുക. അപ്പോൾ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. നമ്മൾ വെള്ളം ചേർക്കാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുക കേട്ടോ. വെജിറ്റബിൾസൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ഗ്ലാസ് തേങ്ങ ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ, നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ തേങ്ങ ചേർക്കാം കേട്ടോ. തേങ്ങ നന്നായിട്ട് റോസ്റ്റായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പും 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി ആ വെളിച്ചെണ്ണയിലൊക്കെ കിടന്ന് നന്നായിട്ട് നമ്മുടെ ഗോതമ്പൊന്നും മൊരിഞ്ഞ് വരണം. ഒരുപാട് മൊരിയൊന്നും വേണ്ട, എന്നാലും നന്നായിട്ടൊന്ന് അതിലൊക്കെ മിക്സായി വരണം. നമ്മുടെ വെജിറ്റബിൾസും വെളിച്ചെണ്ണയും കടുകും എല്ലാത്തിൻ്റെ ടേസ്റ്റ് നമ്മുടെ ഉപ്പുമാവിലേക്ക് പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇളക്കി നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അടി പിടിക്കും, ഗോതമ്പായതുകൊണ്ട് തന്നെ വേഗം അടി പിടിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗോതമ്പ് ഉപ്പുമാവ് റെഡിയാവാനായിട്ടുള്ള സമയം. ഇത് വളരെ സിമ്പിളാണ്, അതുപോലെ വളരെ ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വിഭവങ്ങളായിട്ട് വീണ്ടും വരാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക്